ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നത് പ്രശ്നമുണ്ടെന്നാണ്. 5:40 മുനീശ്വരൻ കോവിലിന് മുന്നിൽ ഇറക്കിയെന്ന്, അദ്ദേഹത്തെ ഇറക്കി വെട്ടുവെന്ന്, അദ്ദേഹം ഇറങ്ങിപ്പോയി എന്ന് ഡ്രൈവർ ഷംസുദ്ദീൻ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യത്തിൽ മാധ്യമങ്ങൾക്കൊന്നും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങളില്ല. ഇത്രയേറെ പ്രമാദമായ ഒരു കേസ്, ഒരു ADM-ന്റെ മരണമാണ്, വലിയ കോലാഹലമുണ്ടാക്കിയ ഒരു കേസ്. ഇതിലെ CCTV ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ പോലും അന്വേഷണ സംഘത്തിന് ഈ 1.5 മാസത്തിനുള്ളിൽ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇതിന്റെ അന്വേഷണ മികവാണോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചൂണ്ടിക്കാട്ടുന്നത്? അതിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് റിട്ടയർഡ് പോലീസ് ഉപയോഗിച്ച 1-2 വാക്കുകൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് റിട്ടയർഡ് SP ആണെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിന്റെ ടൈറ്റിൽ നിന്ന് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഈ 5 പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്യം, സോഷ്യൽ ബേർഡൻ എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. ഞാൻ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഞാൻ പ്രിയപ്പെട്ട സുരേഷും ഒക്കെ ചർച്ചയിൽ ഇരുന്നുണ്ട്, ജോർജ് ജോസഫ് സാറ്, പിന്നെ സുഭാഷ് ബാബു, അങ്ങനെ പലരുമായിട്ടും ഇതുവരെ അത്തരം വാചകങ്ങളൊക്കെ ആരും വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ പെൻഷൻ പറ്റുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നത്. എങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധർ എന്നൊക്കെ അദ്ദേഹത്തിന്റെ വായിന്ന് വരുന്നത്? എന്താണ് അവർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്തത്? സാമൂഹ്യ വിരുദ്ധൻ എന്നല്ല പറഞ്ഞത്, തെറ്റിച്ചിട്ട് പിന്നെ ഇന്റർപ്രറ്റ് ചെയ്യല്ലേ, ഇത് സ്ഥിരം ഒരു സ്വഭാവമാണ്. ഞാൻ പറഞ്ഞു സോഷ്യൽ ബേർഡൻ എന്നാണ് പറഞ്ഞത്. സമൂഹത്തിനോട് നീതി പുലർത്തുന്നില്ലെങ്കിൽ അതൊരു ബേർഡൻ ആണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ആന്റി സോഷ്യൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഓരോ വാക്കും എനിക്കറിയാം. അല്ലല്ല, ഒരു കാര്യം അന്നേരം മറുപടി പറയണം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹത്തിന്റെ വാദം പറഞ്ഞു തരട്ടെ. ഞാൻ തീർച്ചയായും അങ്ങയിലേക്ക് വരാം. താങ്ക് യു. അല്ല, ഈ ബേർഡൻ എന്നുള്ള വാക്കിന്റേക്ക് മലയാളം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അത്യാവശ്യം താങ്കളുടെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഞങ്ങൾക്ക് ഈ ചർച്ചയിരിക്കുന്നത്. ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതും താൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ബേർഡൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കേൾക്കുന്ന പൊതുജനത്തിന് ഏത് രീതിയിലാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? മലയാളി വിദ്യാസമ്പന്നാണെന്നത് ഇങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞ എല്ലാ വാദഗതികളും ഞാൻ നിഷേധിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. പക്ഷെ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചാൽ ഒരു പോലീസുകാരൻ നിങ്ങൾ എന്തിന്റെ പേരിലാണ് അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചത്? ആ 5 ഉദ്യോഗസ്ഥന്മാർ എപ്പോഴാണ് കാർ എടുത്തെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ അതുപോലെ മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ എവിടുത്തെ ഉദ്യോഗസ്ഥരായിരുന്നു? നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരിക്കണം. ഞാൻ ആരുടെ ഉദ്യോഗസ്ഥന്മാരെ പക്ഷം പിടിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഏത് ബാധ്യപ്പെട്ട ആൾക്കാർ ബേഡൻ എന്നൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളതും ആ ഇന്റഗ്രിറ്റി എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കണം. താങ്കളുടെ ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യുന്നുള്ളൂ. ഞാൻ നീ അത് വിട്ടു. പിന്നെ നീലിമയുടെ ചോദ്യത്തിലേക്ക് വരാം. പ്രിയപ്പെട്ട നമ്മുടെ സുരേഷ് ജി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഉദ്യം വെച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തെ അതിനെ വിലക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എനിക്ക് പറയാൻ 2-3 കാര്യങ്ങളുള്ള സമയം കിട്ടണം. ബഹുമാനപ്പെട്ട നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണെന്നോ അതോ ഒരു കുറ്റവാളിയോ ഉദ്യോഗസ്ഥനാണെന്നോ ഇന്ന് വരെ CPM പാർട്ടി അവരോട് ബന്ധപ്പെടുന്ന വക്താക്കളോ ഞങ്ങൾ ഉൾപ്പെടെ ആരോടും ഒരു ചർച്ചകളിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നീതി കിട്ടണമെന്നുള്ള ഒറ്റ വാക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ MP ജയരാജൻ പറഞ്ഞതിലെ പൊരുൾ എന്താണ്? പിന്നെ PP ദിവ്യ ഒരു സാമൂഹിക പ്രശ്നമാണ് ഉയർത്തിവിട്ടത് എന്ന് പറയുന്നതിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പറയാതെ പറയുകയല്ലേ ചെയ്തത്? നീലും അതൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ജനം TV അല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ വരും. ഞാനതൊക്കെ മറുപടി പറയാൻ തന്നെ ഇരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കാനുള്ള ശ്രമം തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം മാധ്യമങ്ങളാണ് അദ്ദേഹം കൈക്കൂലിക്കാരാണെന്ന് നിങ്ങൾ ഞങ്ങളെ ശാരി കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കൈക്കൂലി എന്നുള്ള വാക്കുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ മാധ്യമങ്ങളാണ്. ഞാനൊരു ചർച്ചയിൽ പ്രതിഷേധത്തിൽ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കരുത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് സെൻസ് ഉള്ളതാ, ബ്രെയിൻ ഉള്ളതാ. ഇത് കേൾക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെ ചാരി ഈ കൈക്കൂലിക്കാരാണെന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പബ്ലിക് ആയിട്ടുള്ള അതിന്റെ ഒരു ഇമ്പാക്ട് എത്ര നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആ വാക്ക് ഉപേക്ഷിക്കൂ. ആ മനുഷ്യൻ ഒരു കൈക്കൂലിക്കാരനല്ല. ഞങ്ങൾ നിങ്ങളെക്കാളും വ്യക്തമായിട്ട് ഇനി ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. ഇവിടെ ഈ ഇദ്ദേഹത്തിന്റെ മരണം ഉണ്ടായി അന്ന് തലേദിവസത്തെ 5:30-ക്കുള്ള സംഭവമാണ് നിങ്ങൾ പറയുന്നത്. ആ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നു. 5:30 അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ആ ക്ഷേത്രത്തിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഡ്രൈവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? മാധ്യമങ്ങൾ റിപ്പോർട്ട് എല്ലാവരും ഞങ്ങളാരും പറയുന്നതല്ല. കാസർഗോഡ് നിന്ന് എന്റെ സുഹൃത്ത് വരും, അവരെന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു. ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തിന്റെ മക്കൾക്കോ ഭാര്യയ്ക്കോ അദ്ദേഹം ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചതായിട്ട് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്,
അത് കൃത്യമായ രീതിയിൽ അതിന്റെ തെളിവുകൊണ്ട് പുറത്തു വന്നു. അദ്ദേഹം റൂമിൽ നിന്നും വീട്ടിലേക്ക് പോയി അദ്ദേഹം തിരിച്ചു റൂമിൽ ചെന്ന് രാവിലെ 5:56 അദ്ദേഹത്തിന് 2 സബോർഡിനേറ്റ്സിനും കൂടെ ജോലി ചെയ്യുന്ന 2 പേർക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചത് അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അത് നിഷേധിക്കാൻ പറ്റിയല്ലോ. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. അതായത് അന്നത്തെ ദിവസം അദ്ദേഹം മരണപ്പെട്ടു എന്ന് പുറത്തു വന്ന ദിവസം 9:50 കൃത്യം 9:50 കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിഷ്വൽ ആയിട്ടൊരു ബൈറ്റ് വന്നു. ആരുടെയാ? ഇപ്പോൾ കുറ്റാരോപിതനായിരിക്കുന്ന ഈ പ്രശാന്ത് എന്ന് പറയുന്ന പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥനെന്ന് അവകാശപ്പെടുന്ന വ്യക്തി. അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിക്കണത്. അദ്ദേഹം പറഞ്ഞത്, എന്നെ ഈ 6 മാസമായിട്ട് എന്നെ നടത്തിച്ചിട്ട് അവസാനം അദ്ദേഹം എന്നെ വിളിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഞാൻ 2 ദിവസം കൊണ്ട് ട്രാൻസ്ഫർ ആണ്, 26-ാം തീയതി ട്രാൻസ്ഫർ ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്റെ ക്വാർട്ടേഴ്സിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സ്ഥലം അറിയില്ല, ഞാൻ ഇന്ന സ്ഥലത്ത് വരും, ഞാൻ പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞു. അത് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അന്ന് രാത്രി പോലും ചർച്ച ചെയ്ത് ആ ചർച്ചകളൊക്കെ ഞാനുണ്ട്. പറഞ്ഞെന്താ? പ്രശാന്തം പറഞ്ഞ പച്ചക്കണ്ടമാണ്, അദ്ദേഹം അങ്ങനെ ഫോൺ കോൾ ചെയ്തിട്ടില്ല, അദ്ദേഹം വന്ന് കണ്ടിട്ടില്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞ നാടകമാണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഇതേ മാധ്യമങ്ങൾ തന്നെ 6-ാം ദിവസം പുറത്തുവിട്ട ഒരു വിഷ്വൽ എന്താണ്? ഈ പറയുന്ന പ്രശാന്തൻ ഒരു സ്കൂട്ടറിൽ വരുന്നു, ഈ നവീൻ ബാബു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ തന്റെ ക്വാർട്ടേഴ്സ് ഇറങ്ങി റോഡിൽ വരുന്നു, ഇവരെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ടൈറ്റിൽ കൊടുത്തത് എന്താ? ക്വാർട്ടേഴ്സിലേക്ക്. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിന് കുറ്റവാളിയായിട്ട് പറയുന്നില്ല. പറഞ്ഞു വരുന്നത് ഇങ്ങനെ പോകുന്ന പോക്കിലാണ് നവീൻ ബാബു 98,500 രൂപ കൈക്കൂലി കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. പക്ഷേ അത്തരത്തിൽ കൈക്കൂലി കൊടുത്തിട്ടില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത്. അത്തരത്തിൽ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല. അതെല്ലാം പാടെ പൊളിഞ്ഞ നുണകളാണ്.